നമസ്തേ. സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിവസവും ആവശ്യമുള്ള കുറച്ച് ഹിന്ദി സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. നിങ്ങളുടെ അടുത്ത് ഉരുളക്കിഴങ്ങുണ്ടോ? എങ്ങനെ ചോദിക്കാം? ആപ്കെ പാസ് ആലു ഹേ ക്യാ? ആപ്കെ പാസ് ആലു ഹേ ക്യാ? ഇന്ന് ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാം എന്ന് വിചാരിക്കുകയാണ്. എങ്ങനെ പറയാം? आज आलू की सब्जी बनाने को सोच रही हूँ. ആലു കി സബ്ജി എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് കറി. ആജ് ആലു കി സബ്ജി ബനാനെ കോ സോച്ച് രഹി ഹൂം. എന്നാൽ നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് ഉരുളക്കിഴങ്ങില്ല. അതെങ്ങനെ പറയാം? കുറച്ച് വലിയ സെൻറ്റൻസ് ആണ്, കുറേശ്ശെ കുറേശ്ശെ പറയാം. ലേക്കിൻ ദേഖാത്തോ, എന്നാൽ നോക്കിയപ്പോൾ, മേരെ പാസ് ആലു നഹി ഹേ, എൻ്റെ അടുത്ത് ഉരുളക്കിഴങ്ങില്ല. ലേക്കിൻ ദേഖാത്തോ മേരെ പാസ് ആലു നഹി ഹേ. എല്ലാവർക്കും ഉരുളക്കിഴങ്ങ് കറി ഇഷ്ടമാണോ? അതെങ്ങനെ ചോദിക്കാം? ആലു കി സബ്ജി സബ്കോ പസന്ദ് ഹേ ക്യാ? ആലു കി സബ്ജി സബ്കോ പസന്ദ് ഹേ ക്യാ? ഉരുളക്കിഴങ്ങ് കിലോയ്ക്ക് എത്രയാണ്? ഒരു കിലോ ഉരുളക്കിഴങ്ങിന് എത്ര രൂപയാണെന്നുള്ള അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. ആലു കിലോ കിത്നെ കാ ഹേ? ഇല്ലെങ്കിൽ നമുക്ക് ആലു കൈസേ ഹേ എന്ന് ചോദിച്ചാലും അതിൻ്റെ അർത്ഥം എത്ര രൂപയാണോ എന്നുള്ള അർത്ഥമാണ്. ആലു കൈസേ ഹേ. നമ്മളതിനെ വേറൊരു രീതിയിൽ ആലു കൈസേ ദിയ അങ്ങനെയും ചോദിക്കും. മാർക്കറ്റിൽ ചെന്ന് ആലു കൈസേ ദിയ അല്ലെങ്കിൽ ആലു കൈസേ ഹേ അങ്ങനെ ചോദിക്കാം. കിലോ 50 രൂപ. 50 रुपये കിലോ. 50 रुपये കിലോ. വില വളരെ കൂടുതലാണ്. അതെങ്ങനെ പറയാം? ദാം ബഹുത് ജ്യാദാ ഹേ. ദാം ബഹുത് ജ്യാദാ ഹേ. എനിക്ക് ചൂട് ചായ ഇഷ്ടമാണ്. മുझे ഗരം ചായ് പസന്ത്. അല്ലെങ്കിൽ മുझे ഗരം ഗരം ചായ് പസന്ത് എന്ന് പറഞ്ഞാൽ നല്ല ചൂട് ചൂട് ചായ. ചൂട് ചൂടെന്ന് പറയുന്നതിനാണ് ഗരം ഗരം എന്ന് പറയുന്നത്. അവന് ചൂട് ചൂട് ചായ കൊടുക്കൂ. ഉസ്കോ ഗരം ഗരം ചായ് ദോ. ഉസ്കോ ഗരം ഗരം ചായ് ദോ. അല്ലെ ഉസേ ഗരം ഗരം ചായ് പിലാവോ അങ്ങനെ പറയാം നമുക്ക്. ഇതാ നിങ്ങളുടെ ചൂട് ചായ. ഏ രഹി ആപ്കെ ഗരം ഗരം ചായ്. ഏ രഹി ആപ്കെ ഗരം ഗരം ചായ്. ചായയ്ക്ക് മധുരം കൂടുതലാണോ? ചായ് മേ മീഠാ ജ്യാദാ ഹേ ക്യാ? അല്ലെങ്കിൽ ചായ് മേ മിഠാസ് ജ്യാദാ ഹേ ക്യാ എന്ന് ചോദിക്കാം. അല്ല, എനിക്ക് ഇത്രയും മധുരം വേണം. അതെങ്ങനെ പറയാം? നഹി മുझे ഇത്തന ശക്കർ ചാഹിയേ. ഇത്രയും പഞ്ചസാര വേണമെന്നാണ് ഇത്തന ശക്കർ ചാഹിയേ. അല്ലെങ്കിൽ ഇത്തന മിഠാസ് ചാഹിയേ എന്നും പറയാം. എനിക്ക് മധുരം വളരെ കുറവ് മതി. മുझे മിഠാസ് ബഹുത് കം ചാഹിയേ. മുझे ശക്കർ ബഹുത് കം ചാഹിയേ. പഞ്ചസാര വളരെ കുറവ് മതി. ചായയുടെ കൂടെ കുറച്ച് സ്നാക്സ് കഴിക്കൂ അല്ലെങ്കിൽ എടുക്കൂ. ചായക്കെ സാത്ത് തോടാ നാസ്ത ഭി ലേ ലോ. അല്ലെങ്കിൽ ചായക്കെ സാത്ത് തോടാ നാസ്ത ഖാ ലോ. നിങ്ങൾ ഇത്ര കുറച്ച് എന്താണ് കഴിക്കുന്നത്? തും ഇത്തന കം ക്യോം ഖാത്തെ ഹോ. തും ഇത്തന കം ക്യോം ഖാത്തെ ഹോ. നാണിക്കേണ്ട. ശർമാവോ മത്. ശർമാവോ മത്. ശർമാന എന്ന് പറഞ്ഞാൽ നാണിക്കുക. സ്വന്തം വീടാണെന്ന് കരുതി വയറ് നിറച്ച് കഴിക്കൂ. അപ്പനാ ഘർ സമജ്കർ പേട്ട് ഭർക്കർ ഖാവോ. അപ്പനാ ഘർ സമജ്കർ പേട്ട് ഭർക്കർ ഖാവോ. പേട്ടെന്ന് പറഞ്ഞാൽ വയറ്. പേട്ട് ഭർക്കർ ഖാവോ എന്ന് പറഞ്ഞാൽ വയറ് നിറച്ച് കഴിക്കൂ. മതി, ഇതെനിക്ക് ധാരാളമാണ്. ബസ് മുझे എഹ് കാഫി ഹേ. ബസ് എന്ന് പറഞ്ഞാൽ മതി. മുझे എ കാഫി ഹേ, ഇത് ധാരാളമാണ്.
എൻ്റെ വയർ നിറഞ്ഞു. മേരാ പേട്ട് ഭർ ഗയാ. മേരാ പേട്ട് ഭർ ഗയാ. ആഹാരം വളരെ രുചിയുള്ളതായിരുന്നു. ഖാന ബഹുത് സ്വാദിഷ്ട് ഥാ. ഖാന ബഹുത് സ്വാദിഷ്ട് ഥാ. കൂടുതൽ കഴിക്കുന്നത് കൊണ്ട് എൻ്റെ വെയിറ്റ് കൂടുന്നു, അല്ലെ ഭാരം കൂടുന്നു. ജ്യാദാ ഖാനെ സെ മേരാ വജൻ ബഡ്താ ഹേ. ജ്യാദാ ഖാനെ സെ കൂടുതൽ കഴിക്കുന്നത് കൊണ്ട് മേരാ വജൻ ബഡ്താ ഹേ എൻ്റെ വെയിറ്റ് കൂടുന്നു. ഞാൻ മെലിയാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. മേ പത്ല ഹോനെ കി കോശിഷ് കർ രഹാ ഹൂം. അല്ലെങ്കിൽ മേ പത്ല ബൻനെ കി കോശിഷ് കർ രഹാ ഹൂം. വെള്ളം കുടിക്കൂ. പാനി പീലോ. പാനി പീലോ. ഇത് കുടിച്ച വെള്ളമാണ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കുടിച്ചിട്ട് വെച്ചിരിക്കുന്ന വെള്ളമാണെന്നുള്ള അർത്ഥം. ഏ പാനി ജൂട്ടാ ഹേ എന്നാണ് അതിന് പറയുന്നത്. വേറൊരാൾ കഴിച്ചതിൻ്റെ ബാക്കി, അല്ലെ കുടിച്ചതിൻ്റെ ബാക്കി. ഏ പാനി ജൂട്ടാ ഹേ. ഈ ആഹാരം ആരെങ്കിലും കഴിച്ചതിൻ്റെ ബാക്കിയാണെങ്കിൽ അതിനെ എന്തു പറയും? ഖാന ജൂട്ടാ ഹേ. ഖാന ജൂട്ടാ ഹേ. ഞാൻ വേറെ വെള്ളം തരാം. മേ ദൂസരാ പാനി ദേത്താ ഹൂം. മേ ദൂസരാ പാനി ദേത്താ ഹൂം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വേണോ? ആപ്കോ ഓർ കുച്ച് ചാഹിയേ. ആപ്കോ ഓർ കുച്ച് ചാഹിയേ. വേണ്ട, എനിക്ക് പോവണം. നമ്മൾ പറയത്തില്ലേ എനിക്കൊന്ന് പോയാൽ മതി. നഹി അഭി ബസ് മുझे ജാനാ ഹേ. അഭി ബസ് മുझे ജാനാ ഹേ. പിന്നെ കാണാം. ഫിർ മിലേംഗെ. ഫിർ മിലേംഗെ. ഞാൻ എൻ്റെ വണ്ടി ഓടിച്ചാണ് പോകുന്നത്. മേ അപ്പനി ഗാഡി ചലാക്കർ ജാത്തി ഹൂം. മേ അപ്നി ഗാഡി ഞാൻ എൻ്റെ വണ്ടി ചലാക്കർ ജാത്തി ഹൂം ഓടിച്ചാണ് പോകുന്നത്. സൂക്ഷിച്ചു പോകണം. സംഭാൽക്കർ ജാന. സംഭാൽക്കർ ജാന. പതുക്കെ ഓടിക്കണം. ധീരെ ചലാന. ധീരെ ചലാന. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും വീണ്ടും കണ്ട് പ്രാക്ടീസ് ചെയ്യുക നന്നായിട്ട്. അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ കമൻറ്റും ചെയ്യണം. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. താങ്ക്